കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി. തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും വലയും തൊഴിൽ ദിനങ്ങളും നഷ്ടം. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് വലയും മീനും നഷ്ടപ്പെട്ടത്. കൊച്ചി തീരത്ത് നിന്നും 15 നോട്ടിക്കൽ മൈൽ അകലെ വല വീശിയ സമയത്തായിരുന്നു സംഭവം. വല വലിക്കാനുള്ള ശ്രമം ഫലിക്കാതെ വന്നതിനെ തുടർന്ന് മറ്റു വള്ളക്കാരുടെ സഹായത്തോടെ വല വലിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ ഏറെക്കുറെ പൂർണ്ണമായും വല നഷ്ടപ്പെട്ടു. ഈയിടെ കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് വല നശിച്ചതെന്നാണ് തൊഴിലാളികൾ സംശയിക്കുന്നത്. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപയുടെ വലയും 10 ലക്ഷത്തോളം രൂപയുടെ മത്സ്യവും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. വല പുനർനിർമ്മിച്ച് വീണ്ടും മത്സ്യബന്ധനത്തിനിറങ്ങാൻ ആഴ്ചകൾ വേണ്ടിവരും. തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം കൂടി കണക്കാക്കിയാൽ സാമ്പത്തിക നഷ്ടം ഇരട്ടിയാകും. കടലിൽ വല നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറിവരികയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് വെച്ച് മഹാവിഷ്ണു, UK ബ്രദേഴ്സ് എന്നീ വള്ളങ്ങളുടെ വല നഷ്ടപ്പെട്ടിരുന്നു. കടലിൽ മുങ്ങിത്താഴുന്ന കണ്ടെയ്നറുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല. 61 ആളെന്ന് പണിക്ക് പോയതാണ്. പണിക്ക് പോയിട്ട് കൊച്ചിക്ക് പടിഞ്ഞാറ് 15 മാറി നോട്ടിക്കൽ പടിഞ്ഞാറ് വെച്ചിട്ട് ഞങ്ങൾ വലയടിച്ച് മീനെ കണ്ട് വലയടിച്ചപ്പോൾ വല ഉടക്കിൽ വീണ് വല ഞങ്ങൾ റോപ്പ് എടുത്ത് കുറച്ച് വന്നപ്പോൾ ഒരു വലിയ കണ്ടെയ്നറുമായിട്ട് സാധനങ്ങൾ പൊന്തി വന്നിട്ട് പിന്നീട് അത് ചെളിയും വെള്ളം കയറി താഴേക്ക് പോവുകയും റോപ്പ് പൊട്ടിയിട്ട് ഞങ്ങളുടെ വെയിറ്റും 500 മാറ് വലയുള്ള വല കംപ്ലീറ്റ് പോയി. ഞങ്ങൾക്ക് ആകെ കിട്ടിയത് കുറച്ച് 10-20 മാറ് വെയിറ്റും കുറച്ച് വലയും മാത്രം കിട്ടിയുള്ളൂ. കംപ്ലീറ്റ് വലയും ഞങ്ങളെ ഈ കടലിൽ പോയി. 3 വള്ളങ്ങൾ കൂടി പൊക്കിയെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയത്. ഏകദേശം 30 ലക്ഷം രൂപയോളം ചിലവുണ്ട് ഈ സാധനം. ഈ വള്ളവും വല ഇറക്കിയിട്ട് ഞങ്ങൾ മത്സ്യബന്ധനത്തിൽ ലോൺ എടുത്ത് ചെയ്ത പ്രസ്ഥാനമുള്ളത്. ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ തീർത്തും ഈ മുതൽ കമ്പനി നഷ്ടപ്പെട്ടു പോയി. അത് തന്നെയുമല്ല 61 ആളെന്ന് പണിക്കുണ്ട്. ഈ 61 കുടുംബവും പട്ടിണിയായി. ഇനി ഇതിനെ പണി തീർക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 30 ലക്ഷം രൂപ ലോൺ എടുക്കണം, അല്ലെങ്കിൽ പലിശക്ക് എടുക്കണം. അത് കൂടാതെ ഞങ്ങൾ ഈ ആളുകളെ മുഴുവൻ കുടുംബങ്ങളും പട്ടിണിയിലാണ്. വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെ ഇപ്പോൾ വല അടിച്ചാലും കണ്ടെയ്നർ പോലുള്ള ഉടക്കുകൾ ഉടക്കിയിട്ട് മത്സ്യത്തൊഴിലാളികൾ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടതാണ്. റോപ്പിലുടക്കി ഈ സാധനങ്ങൾ പൊന്തി വന്നിട്ട് ചെളിയും കോരി പിന്നെയും താഴേക്ക് പോയി. പിന്നീട് ഞങ്ങളെ റോപ്പ് റോപ്പ് അതിൻ്റെ ഇതിൽ വീണിട്ട് പൊട്ടി അങ്ങോട്ട് പോയതാണ്. കണ്ട അതിൻ്റെ തെല്ല് കണ്ട പൊട്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വല വേറെ 3 വള്ളക്കാർ കൂടിയിട്ട് ഇത്രയും കുറച്ച് വല ഞങ്ങൾക്ക് പൊക്കി തരാൻ പറ്റിയത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇത് ഈ പ്രസ്ഥാനം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇതില്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് പോകും. ഈ 60 കുടുംബവും ഈ ആളുകളും പട്ടിണിയിലേക്കാണ് പോകുന്നത്. ഇത് സംസം വള്ളമാണ്. മറ്റേ 3 വള്ളം നിവേദ്യവും അയ്യപ്പ 3 വള്ളക്കാർ കൂടി പൊക്കിയിട്ടാണ് നമുക്ക് ഈ ഇത്രയും വല നമുക്ക് കിട്ടിയുള്ളൂ. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇതിനൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇനി ഈ വല നമ്മൾ ഇറക്കി നോക്കിയാൽ ഇതിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം നമുക്ക് കിട്ടില്ല. കാരണം ഒക്കെ ഉടക്കിൽ വീണ് പോയിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഇന്നത്തെ മീൻപിടുത്തവുമായി ഞങ്ങൾക്ക് ഉണ്ടായ അവസ്ഥ. ഇത് വളരെ വിഷമമുണ്ട് എല്ലാവർക്കും. കാരണം ഞങ്ങൾക്കിത് പറയാൻ തന്നെ വിഷമമുണ്ട്. ആ അവസ്ഥയിലാണ് പോകുന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വെളുപ്പിന് എല്ലാവരും വന്ന് മീൻ കണ്ട് അടിച്ച പറ്റിയ സംഭവമാണിത്.